الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്, ചക്രവർത്തിമാർ കടന്നുപോയിട്ടുണ്ട്, ഭരണാധികാരികൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ മനുഷ്യഹൃദയങ്ങളിൽ ഏറ്റവും ആഴത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തി ഒരാളാണ്. ആ വ്യക്തിയാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മുടെ റബ്ബ് പരിചയപ്പെടുത്തി തന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന്. പ്രവാചകരെ, താങ്കളെ ഞാൻ ലോകങ്ങൾക്ക് കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല.
ലോകങ്ങൾക്കൊക്കെ കാരുണ്യമായിട്ടാണ് താങ്കളെ നാം അയച്ചത് എന്നുള്ള സൂറത്തുൽ അംബിയാവിന്റെ 107 ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് റഹ്മത്തുൽ ലിൽ മുസ്ലിമീൻ എന്നല്ല, മുസ്ലിങ്ങൾക്ക് റഹ്മത്തായിക്കൊണ്ട് എന്നല്ല, റഹ്മത്തുൻ ലിൽ അറബ് അറബികൾക്ക് റഹ്മത്തായിക്കൊണ്ട് എന്നല്ല, റഹ്മത്തുൽ ലിന്നാസ് മനുഷ്യർ കുലത്തിന് റഹ്മത്തായിക്കൊണ്ട് എന്നല്ല, മറിച്ച് റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന സകല ലോകങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ഒക്കെ റഹ്മത്തായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചത് എന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജന്തുക്കൾക്കും പ്രകൃതിക്കും എല്ലാത്തിനും സകല ലോകങ്ങൾക്കും നമ്മുടെ പ്രവാചകൻ എന്താണ്? റഹ്മത്താണ് എന്നുള്ളത്. പ്രവാചകന്റെ ജീവിതം മുഴുവൻ ആ കരുണയുടെ ഒരു ചരിത്രമായിരുന്നു. കരുണയായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ. ആ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമൂൻ ഇർഹംഹും അർറഹ്മ. കരുണ കാണിക്കുന്നവരോട് അല്ലാഹുവും കരുണ കാണിക്കട്ടെ. പരമകാരുണ്യകനായ റഹ്മാനായ അല്ലാഹുവും കരുണ കാണിക്കും. ആരോട്? കരുണ കാണിക്കുന്നവരോട്. അതുകൊണ്ട് ഇർഹമു, നിങ്ങൾ കരുണ കാണിക്കും, കരുണയുള്ളവരാകണം. ആരോട്? മൻഫിൽ അർദ്, ഭൂമിയിലുള്ളവരോടൊക്കെ, ഭൂമിയിലുള്ളതിനോടൊക്കെ നിങ്ങൾ കരുണ എന്ത് ചെയ്യണം? കാണിക്കണം. ഇർഹംകും മൻഫിസ് സമാ, അങ്ങനെയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ്. നോക്കൂ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. ആ കരുണയാർന്ന മനസ്സ് നമ്മിലും ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. ഇർഹമു, നിങ്ങൾ കരുണ കാണിക്കണം മൻഫിൽ അർദ്, ഭൂമിയിലുള്ളവരോടൊക്കെ. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് കൽപ്പിക്കുക. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മാറണം. പ്രവാചകന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ കാരുണ്യം എത്രമാത്രം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും പ്രവാചകന്റെ അനുചരന്മാരും ആ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അറാബിയായിട്ടുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നത്? കയറി വരുന്നത്, കടന്നു വരികയാണ്. അദ്ദേഹത്തിന് നഗരപ്രദേശങ്ങളിലെ നിയമങ്ങളോ പള്ളിയുടെ പവിത്രതയോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ആ ഒരു മനുഷ്യൻ അദ്ദേഹം പള്ളിയിൽ കയറി, അദ്ദേഹം ഇങ്ങനെ നോക്കി, ഒരു മൂലയിൽ ചെന്നിട്ട് അദ്ദേഹം അവിടെ മൂത്രമൊഴിക്കുക. അവിടെ മൂത്രമൊഴിക്കുകയാണ്, ഒഴിച്ചു തുടങ്ങി. എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഈ പള്ളിയിൽ ഒരാൾ വന്നിട്ട് കയറി വന്നിട്ട് ഒരു മനുഷ്യൻ ഈ മൂലക്ക് പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ടാണ് മൂത്രമൊഴിച്ചാല് പള്ളിയിൽ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മുഖം ഒന്ന് ചോക്കൂലേ? ദേഷ്യം വരൂലേ? ചോരൊന്ന് തിളക്കൂലേ? അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇതേപോലെ തന്നെ അവർക്ക് ദേഷ്യം വന്നു, അവർ കോപിച്ചു, അവരുടെ മുഖം ചുവന്നു. അവർ ദേഷ്യത്തോടുകൂടി ആക്രോശിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടിയെടുക്കാൻ തീരുമാനിച്ചു. പള്ളിയില് എന്താണ് ഒരു പ്രത്യേകം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ സഹാബത്ത് ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെടുക്കുകയാണ്. ഇദ്ദേഹത്തെ തടുക്കാനും ശിക്ഷിക്കാനും വേണ്ടിയിട്ട് കുതിച്ചു പോയ പള്ളിയിൽ വലിയൊരു ബഹളത്തിന്റെ ഒരു അന്തരീക്ഷം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. ആ ഗ്രാമീണ മനുഷ്യന് പേടിച്ചുപോയി, വിറച്ചുപോയി അദ്ദേഹം. ആ സമയത്താണ് ലോകത്തിന്റെ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് എല്ലാത്തിനും കാരുണ്യമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെടുകയാണ്. സഹാബത്തിന്റെ കോപത്തെയും ആ മനുഷ്യന്റെ ഭയത്തെയും ഒരുപോലെ ശാന്തമാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. കാരുണ്യത്തിന്റെ പ്രവാചകൻ സഹാബികളോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദഊഹു, നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്ക്, വലാ തുസ്രിമൂഹു, നിങ്ങൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തല്ലോ. എന്ത് തടസ്സപ്പെടുത്തല്ലേ? അദ്ദേഹം എന്തൊരു ഏർപ്പാടാണ്, എന്തൊരു പണിയാണ് അവിടെ ചെയ്യുന്നത്, തടസ്സം നിൽക്കല്ലേ.
എത്ര വലിയ വീക്ഷണമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വീക്ഷണത്തിൽ വന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ മൂത്രമൊഴിക്കുന്ന സമയത്ത് തടസ്സപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രയാസം എത്രയാണ്. ഇനി അദ്ദേഹം പേടിച്ച് ഇവരുടെ ഈ വരവ് കണ്ട് പേടിച്ച് ഓടുകയാണെങ്കിൽ ആ പള്ളിയിൽ എത്ര സ്ഥലത്ത് ഈ നജസാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് സഹാബത്തിനോട് പറയാണ്, ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അരീഖു അലാ ബൗലിഹി സിജ്ലൻ മിനൽ മാ, ഇനി വെള്ളം കുറച്ച് പോയി ഒഴുക്കിട്ട് അവിടെ വെള്ളം കുറച്ച് ഒഴിച്ച് അവിടെ ശുദ്ധിയാക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് എന്ത് ചെയ്യുന്നു, ആജ്ഞാപിക്കുന്നു, പറയുന്നു. എന്നിട്ട് സഹാബത്തിനെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ബുഇസ്തു മുഅസ്സിരീന, തീർച്ചയായും നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. വലം ബുഇസ്തു മുഅസ്സിരീന, ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, പ്രയാസപ്പെടുത്താനല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. സ്വഹാബത്തെ, മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ എളുപ്പമുണ്ടാക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. എന്നിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രാമീണ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യന് കാര്യങ്ങൾ എന്ത് ചെയ്ത് ബോധിപ്പിച്ചു കൊടുത്തു. ആ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പേടി എത്രമാത്രം ഉണ്ടാവും. പേടിച്ച് വറച്ചിട്ടുണ്ടാവും. പക്ഷെ വളരെ സൗമ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, പള്ളികൾ എന്തിനുള്ളതാണ്? അത് ഇങ്ങനെ മൂത്രമൊഴിക്കാനോ ഉള്ളതല്ല, മറിച്ച് പള്ളികൾ നമസ്കരിക്കാനും അള്ളാഹുവിനെ ഓർക്കാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ഇബാദത്ത് ചെയ്യുവാനുള്ളതാണ് പള്ളി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രാമീണ മനുഷ്യൻ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, കുറ്റപ്പെടുത്തലില്ല, പരിഹാസമില്ല, ശാപവാക്കില്ല, ഒന്നുമില്ല. എന്നിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്ത് സ്നേഹത്തോടുകൂടി മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്നേഹത്തിന് മുന്നിൽ ഈ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ അലിഞ്ഞു തുടങ്ങി. അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. അദ്ദേഹം ഈ മനുഷ്യൻ എന്താ പ്രാർത്ഥന എന്നറിയോ? ഹദീസുകൾ കാണാൻ സാധിക്കും. അല്ലാഹുവേ, എന്നോടും മുഹമ്മദിനോടും നീ കരുണ ചെയ്യണം, എന്നോടും മുഹമ്മദിനോടും മാത്രം നീ കരുണ ചെയ്യണം, ഞങ്ങൾ രണ്ടുപേരും അല്ലാത്തവരോട് ആരോടും നീ കരുണ ചെയ്യല്ലേ. അദ്ദേഹത്തിന് ഇത്രേ അറിയുള്ളൂ. സഹാബത്തിന്റെ ആ പ്രതികരണം അദ്ദേഹത്തെ പേടിപ്പിച്ചു, ഭയപ്പെടുത്തി. അപ്പൊ സഹാബത്തിന് കരുണമാണ്. പിന്നെ ആർക്കേ ഉള്ളൂ? എനിക്കും മുഹമ്മദിനും മാത്രം മതി റബ്ബേ കരുണ എന്ന് ഇദ്ദേഹം ഉറക്കെ പ്രാർത്ഥിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ, അള്ളാന്റെ കാരുണ്യം വിശാലാട്ടോ, അള്ളാന്റെ കാരുണ്യം വിശാലാട്ടോ, അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ. ഈ ഒരു സംഭവം കേട്ടതാണ്. പക്ഷെ ഈ ഒരു സംഭവം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലോ, നമ്മുടെ മഹല്ലുകളിലോ, നമ്മുടെ സമൂഹത്തിലോ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലോ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒരു സ്ഥലത്ത് കാണുമ്പം അവരെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും അപമാനിതനാക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് കരുണയോടുകൂടി തിരുത്തി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അവിടെയാണ് നമ്മുടെ കരുണ ഉണ്ടാവേണ്ടത്. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും കാരുണ്യത്തിന്റെ അംശം എന്ത് ചെയ്യണം, എപ്പോഴും ഉണ്ടാവണം. അത് മാനവ മൂല്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ മൂല്യത്തിന്റെ ഒരു നേർസാക്ഷിയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഉടമകളാകാൻ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ശ്രമിക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദിന്റെ ചരിത്രം. എന്താ തൗഹീദിന്റെ ചരിത്രം? ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും തനിക്ക് അഭയം പ്രതീക്ഷിച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൗഹീഫുകാർ എങ്ങനെ സ്വീകരിച്ചത്? പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞാട്ടിയില്ലേ തൗഹീഫുകാർ? എറിഞ്ഞാട്ടിയില്ലേ? തെരുവ് പിള്ളേരെ കൊണ്ട് എറിഞ്ഞാട്ടിപ്പിച്ചില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു, തന്റെ ഭൃത്യൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. തൗഹീഫിൽ നിന്ന് ഓടി, നല്ല ഓട്ടാ ഓടിയത്. പിറകെ പിള്ളേർ എറിഞ്ഞാട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ രക്തം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടുകയാണ്. അങ്ങനെ ഓടി ഒരുവിധം രക്ഷപ്പെട്ട് ശരീരമാസകലം മുറിവേറ്റ് ചോരയൊലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെയും തോയിഫിന്റെയും ഇടയിലുള്ള കർണുൽ മനാസിൽ എന്ന സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെയും കൂടെ മലകളുടെ മലക്കിനെയും എന്ത് ചെയ്യാണ്, മലകളുടെ ചുമതല ഏൽപ്പിച്ച മലക്കിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്.
അവർ രണ്ടുപേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലകളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് റസൂലുള്ളാഹിയോട് അനുവാദം ചോദിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചാൽ ഈ രണ്ട് മലകൾക്കിടയിൽ ഈ തോയിഫുകാരെ ഞെരുക്കിക്കൊണ്ട് ഞാൻ നശിപ്പിക്കട്ടെ പ്രവാചകരെ. തോയിഫുകാരെ താങ്കൾ എറിഞ്ഞാട്ടിയ, താങ്കളെ പരിഹസിച്ച, കളിയാക്കിയ, കൂവി വിളിച്ച ഈ തോയിഫുകാരെ ഈ രണ്ട് മലകൾക്കിടയിൽ ഞെരുക്കി നശിപ്പിക്കട്ടെ പ്രവാചകരെ എന്ന് മലകളുടെ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നമ്മളായിരുന്നെങ്കിലോ? ഈ ചോദ്യം നമ്മോടായിരുന്നെങ്കിലോ? ആ ഓട്ടം നമ്മളും ഈ ചോദ്യം നമ്മോടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകള്? പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു ചാൻസ്, ഒരു മാർഗം വേറുണ്ടാവൂല. പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു മാർഗം വേറില്ല എന്ന ചിന്തയായിരിക്കും പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവുക. പറയാനുള്ള കാരണം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രതികാരദാഹിയായിട്ട് നടക്കുന്ന ആളുകളല്ല നമ്മൾ. മിണ്ടിയതിനും മിണ്ടാത്തതിനും അല്ലെ, കല്യാണം വിളിക്കാത്തതിനും, വിളിച്ചതിന്റെ ശക്തി കനം പോരാത്തതിനും, നിശ്ചയം മുൻകൂട്ടി അറിയിക്കാത്തതിനും, തുമ്മിയതിനും, ചുമച്ചതിനും, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തിനും, ചെറിയ കാര്യത്തിനും പോലും നമ്മൾ മാറി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന, പകയോടുകൂടി നിൽക്കുന്ന, പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളല്ലേ നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നോക്കൂ, എന്താ മറുപടി കൊടുത്തത്? കാരുണ്യത്തിന്റെ പ്രവാചകൻ മറുപടി പറയാ. എന്താ മറുപടി എന്നറിയോ? ബൽ, വേണ്ട, അല്ല, അർജു, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന ഒരു വിഭാഗം, അവനിൽ യാതൊരാളിനെയും പങ്കാളി ചേർക്കാത്ത ഒരു വിഭാഗം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിനോട് പറയാ. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തോയിഫിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹിദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ തോയിഫുകാർക്ക് നീ മാർഗദർശനം കാണിച്ചു കൊടുക്കണേ, സത്യമാർഗം കാണിച്ചു കൊടുക്കണേ. അവർ അറിവില്ലാത്തവരാണ് റബ്ബേ. അറിവില്ലാത്തവരായത് കൊണ്ടാണ് എന്നെ പരിഹസിച്ചതും എന്നെ ആട്ടിയോടിച്ചതും എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിക്കാനുള്ള കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് റബ്ബേ. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരെ നേർമാർഗത്തിൽ, നേരായ മാർഗത്തിലാക്കുകയും ചെയ്യണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടില്ലേ? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ തോയിഫ് ശിർക്കിൽ നിന്നും മുക്തമായിട്ടില്ലേ? അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവിടെ മാറിയില്ലേ? നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമുണ്ട്. എന്തെന്നറിയാം? വർഷങ്ങളോളം ക്രൂരമായിട്ട് മർദ്ദിച്ച നാട്, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു നാട്ടിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തി. 3 വർഷത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ബഹിഷ്കരണം ഏർപ്പെടുത്തി. എങ്ങനെയാ ബഹിഷ്കരണം എങ്ങനെയെന്നറിയോ? ഈ ആളുകളുമായിട്ട്, മുസ്ലിങ്ങളോട് കൂട്ടുനിൽക്കുന്ന ആളുകളുമായിട്ട് ഇനി ഒരു ബന്ധം മക്കൾക്കില്ല. അവരോട് കച്ചവടം നടത്താൻ പാടില്ല, അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അവരുമായിട്ട് കല്യാണാലോചനകൾ ഉണ്ടാവാൻ പാടില്ല, അവരെ സൽക്കാരങ്ങളിലേക്ക് വിളിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവർക്ക് കടകളിൽ നിന്ന് ഒരു ആഹാര വസ്തു കൊടുക്കാൻ പാടില്ല, അവരുമായി മിണ്ടാൻ പാടില്ല എന്ന് ബഹിഷ്കരണം നടത്തി ശഅബ് അബീ ത്വാലിബിൻ കുന്നിൻ ചെരുവിലേക്ക് 3 വർഷത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ മുസ്ലിങ്ങളെ അംഗീകരിക്കുന്ന മറ്റു ആളുകളും മാറി നിൽക്കേണ്ടി വന്നു. 3 വർഷത്തോളം അത്ര വലിയ ബഹിഷ്കരണമായിരുന്നു. കയ്യിലുള്ള ആഹാരങ്ങളൊക്കെ കഴിഞ്ഞ്, വെയില്, മഴ, വീടുകളിൽ നിന്നൊക്കെ പുറത്താ, തങ്ങൾ ഉണ്ടാക്കിയ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കുന്നിൻ ചെരുവിൽ താമസിക്കാം 3 വർഷത്തോളം. മഞ്ഞുകൊണ്ട്, വെയിൽ കൊണ്ട്, എല്ലാം കൊണ്ട്, തണുപ്പ് കൊണ്ട് ഇവർ താമസിക്കാം. ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അവസാനം ഇലകൾ തിന്നാൻ തുടങ്ങി, മരത്തിന്റെ തൊലി കാർന്ന് തിന്നാൻ തുടങ്ങി. അവസാനം ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അവരൊക്കെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ആട് മലമൂത്ര വിസർജനം നടത്തുന്നത് പോലെ ആയി പോയിട്ടുണ്ട് ഇവരുടെ മലമൂത്ര വിസർജനം. അത്രക്കും കഠിനമായിരുന്നു ആ ബഹിഷ്കരണം. അങ്ങനെ ബഹിഷ്കരിച്ച ആളുകൾ, ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകള്, ക്രൂരമായി മാതാപിതാക്കളെ മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, മക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആളുകൾ,
ആ മക്കയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും 10,000 വരുന്ന സ്വഹാബത്തും ആ മക്ക ജയിച്ചടക്കി ആ മക്കയുടെ കവാടത്തിൽ വരുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തില്. ആ മക്കയുടെ കവാടത്തിൽ ഇങ്ങനെ വരികയാണ്. ശത്രുക്കളൊക്കെ ഭയന്ന് വിറച്ചും തല കുനിച്ചു നിന്ന് കിട്ടുന്ന ഏത് ശിക്ഷയും വാങ്ങാൻ തയ്യാറായി നിൽക്കുക. കാരണം എന്താ? അതിന് അവർ യോഗ്യരാണ്. അമ്മാതിരി കടുപ്പമാണ് അന്ന് അവരോട് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളോട് ചോദിച്ചു, മാ തളുന്നൂന അന്നീ ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ ഇപ്പൊ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ കരുതിയത്, നിങ്ങൾ വിചാരിച്ചത്? ആ സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാണ്, അഖുൻ കരീം വബ്നു അഖ് കരീം, താങ്കൾ എന്താണ്? ദയാലുവായ ഒരു സഹോദരനാണ്, ദയുള്ള സഹോദരനാണ്, ഒരു ദയുള്ള സഹോദരന്റെ മകനാണ് താങ്കൾ എന്ന് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാണ്. ആ സമയത്ത് പിന്നെ ഒരു പ്രഖ്യാപനം വരികയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പ്രഖ്യാപനം. എന്താണ് ആ പ്രഖ്യാപനം? അല്ലദീ ഗയ്യറ മജ്റ താരീഖ്, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു പ്രഖ്യാപനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, ഇദ്ഹബു അൻതുമുൽ തുലഖാ, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് കേട്ടോ, നിങ്ങൾക്ക് എന്തില്ല, നിങ്ങളോട് പ്രതികാരം ചെയ്യണില്ല, പ്രതികാരത്തിന്റെ ദിവസമല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. നോക്കും, സ്വന്തം കൈപ്പിടിയിൽ അധികാരമുണ്ട്, പ്രതികാരം ചെയ്യാൻ സർവസജ്ജനായിട്ടുണ്ട്. ശത്രുവിനെ കെട്ടിപ്പിടിച്ച്, എന്നിട്ടും ശത്രുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് നൽകാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിജയം. അതാണ് പ്രവാചകൻ പകർന്നു നൽകിയ കാരുണ്യം. ആ കാരുണ്യത്തിന്റെ ഉടമകളാകാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്. ഇർഹമു, നിങ്ങൾ കരുണയുള്ളവരാവുകട്ടോ, നിങ്ങൾ കരുണയുള്ള ആളുകളാകുകട്ടോ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ കാരുണ്യം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം വിശാലമായിരുന്നു. എല്ലാവരോടും കരുണയോട് കൂടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ ഹുസൈനൊക്കെ വരുന്ന സമയത്ത് റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ വരുന്ന സമയത്ത് ഈ ചെറിയ കുട്ടീനെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചുംബിക്കും. ചുംബനം എല്ലാ ഭാഗത്തും, മുഖത്തെല്ലാ ഭാഗത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊടുക്കുന്നത് ഒരിക്കൽ ഒരു അറാബി കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ മക്കളെ ചുംബിക്കോ, എന്നിട്ട് ഇദ്ദേഹം പറയാ, എനിക്ക് 10 മക്കളുണ്ട് കേട്ടോ പ്രവാചകർ, എനിക്ക് 10 മക്കളുണ്ട്. ആ 10 മക്കളെ ഞാൻ ഒന്നിനെപ്പോലും ഇതുവരെ ഞാൻ ചുംബിച്ചിട്ടില്ല. എന്തായിരിക്കും ആ മനസ്സ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹം, കരുണയില്ലാത്തവരോട് അല്ലാഹ് കരുണ കാണിക്കൂലട്ടോ, കരുണ ചെയ്യാത്തവരോട്, കരുണയില്ലാത്തവരോട് അല്ലാഹ് കരുണ കാണിക്കൂലട്ടോ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ പഠിപ്പിക്കുക. നിങ്ങളൊക്കെ കരുണയുള്ളവരാകണം കേട്ടോ. മൃഗങ്ങളോട് കരുണ കാണിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? കുൽ ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്റുൻ, ജീവനുള്ള എല്ലാ സൃഷ്ടികളോടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. എല്ലാത്തിനോടും നിങ്ങൾ കരുണയുള്ള ആളുകളായി മാറണം കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് പഠിപ്പിച്ചു. ഒരു സ്ത്രീ നരകത്തിൽ പോകാനുള്ള കാരണമായി പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഒരു പൂച്ചനെ കെട്ടിയിട്ട് പട്ടിണി കിട്ടതിന്റെ പേരിലാ ഒരു സ്ത്രീ എന്ത് ചെയ്ത് നരകത്തിൽ പോയത് എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പൂച്ചയോട് കരുണ കാണിക്കേണ്ട ആളുകളാ നമ്മൾ. ആ മൃഗങ്ങളോട് കരുണ കാണിക്കേണ്ട ആളുകളാ നമ്മൾ. ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും എന്നിട്ട് സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ദാഹിച്ച ഒരു നായ്ക്ക് വെള്ളം കോരി കൊടുത്തതിന്റെ പേരിലാ. ഒരു കരുണയുടെ പേരിൽ, ഒരു കാരുണ്യത്തിന്റെ പേരിൽ, മൃഗങ്ങളോട് കാണിച്ച കാരുണ്യത്തിന്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യം എന്ന് പറയുന്നത് എത്ര വലിയ ഇബാദത്താണ്. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത് വെറും നിസ്കാരം, നോമ്പും സക്കാത്തും ഇങ്ങനെയുള്ളത് മാത്രമല്ല ഇബാദത്ത്. ഇതൊക്കെ നമ്മുടെ ഇബാദത്താണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വർഗം ലഭിക്കുന്ന ഇബാദത്താണ്. ഇതില്ല എങ്കിൽ സ്വർഗം നഷ്ടപ്പെടുന്ന നരകത്തിലേക്ക് പോകുന്നത് കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുക? മരണം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം അതിവിശാലമാണ് എല്ലാ വിഷയത്തിലും. എത്രത്തോളം ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ അൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ എല്ലാത്തിലും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും നന്മയുണ്ട്.
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് പറയാണ്, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊല്ലണം. നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ആ അറവൊന്ന് നന്നാക്കണട്ടോ, ആ അറുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ കത്തി നല്ല മൂർച്ച ഉണ്ടാക്കണം കേട്ടോ, മൂർച്ചം കൂട്ടണം കേട്ടോ. എന്തിനാണത്? വലിയൊരു ഹൃദയത, നിങ്ങൾ ആ അറവ് മൃഗത്തിന് ഒരു ആശ്വാസം നൽകണം കേട്ടോ. കത്തി മൂർച്ചം കൂട്ടിയിട്ട് നിങ്ങൾ അറുക്കണം കേട്ടോ. മൂർച്ചല്ലാത്ത കത്തി കൊണ്ട് ഇങ്ങനെ മൂർന്നതിനെ പ്രയാസപ്പെടുത്തി ഏതായാലും കൊല്ലല്ലേ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന ചിന്ത ഉണ്ടാവരുത്. അവിടെ പോലും കരുണയായിരിക്കണം കേട്ടോ നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലായിടത്തും കരുണയുള്ള ആളുകളായിട്ട് നമ്മൾ പറഞ്ഞു. ഇത് വലിയൊരു ഇബാദത്താണ്, വലിയൊരു ഒരു മനുഷ്യ സമൂഹത്തിനുണ്ടാവുന്ന വലിയൊരു മൂല്യമാണ്, ഏറ്റവും നല്ല മൂല്യമാണത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധിയിലാണ്. AI ലോകമാണ്, AI കാലഘട്ടമാണ്. അതൊക്കെ ശരിയാണ്. സാങ്കേതിക വിദ്യ വളരെ ഉയർന്നിട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളായി വളർന്നിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയങ്ങൾ എന്ത് ചെയ്യാണ്? ഹൃദയങ്ങൾ ചെറുതായി പോവുകയാണ്. ശരിയായ സൗഹൃദങ്ങള്, ഏറ്റവും നല്ല സൗഹൃദങ്ങള് ഉടലെടുക്കുന്നില്ല. സംതൃപ്തി നഷ്ടപ്പെട്ടു പോവുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്താണ് അതിന്റെ കാര്യം? കരുണ കുറഞ്ഞു പോവുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കരുണ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു മനുഷ്യൻ നിന്ന് വീണ് കഴിഞ്ഞാലേ ആ മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തേണ്ടതിന് പകരം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ക്യാമറക്ക് മുമ്പിൽ കരുണയുടെ കടലായി മാറുന്ന നമ്മൾ പലപ്പോഴും സ്വന്തം വീടുകളിൽ പോലും എന്തായിട്ട് മാറുകയാണ്? കാട്ടാളന്മാരായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ കാരുണ്യം ആദ്യം കിട്ടേണ്ടത് എവിടെയാണ്? അത് നമ്മുടെ വീട്ടിലാണ്. അത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ സ്വന്തം വീട്ടിൽ നന്നായിട്ട് കൊടുത്തു. നമ്മുടെ വീട്ടിൽ നമ്മൾ കരുണയുള്ളവരാകണം. നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ മക്കളോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടും എല്ലാം നമ്മൾ കരുണയുള്ള ആളുകളായിട്ട് മാറണം. ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ നല്ല രൂപത്തിൽ തെറ്റുകളെ തിരുത്തി കൊടുത്തുകൊണ്ട് കരുണയുള്ള സ്നേഹത്തിന്റെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് എന്ത് കഴിയണം. നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള തൊഴിലാളികളോട് കരുണയുള്ള ആളുകളായിട്ട് മാറണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 10 കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുള്ള, സേവനം ചെയ്തിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഉടനെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഉമ്മ റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പ്രവാചകരെ, എന്റെ പുത്രൻ ഈ അനസ് ഇവിടെ നിൽക്കട്ടെ, ഈ വീട്ടിൽ നിൽക്കട്ടെ, താങ്കൾക്ക് സേവനം ചെയ്തുകൊണ്ടും താങ്കൾക്ക് സഹായിച്ചുകൊണ്ടും ഇവൻ ഇവിടെ നിൽക്കട്ടെ. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം 10 മിനിറ്റ് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മൾ പെരുമാറുന്ന രീതി ഒന്ന് നമ്മൾ ഓർക്കണം. 10 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു ആ റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയാ, പ്രവാചകന്റെ കാലശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നിട്ട് സേവനം ചെയ്തിട്ട് എന്തേ അനസെ അത് ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ എന്താ അനസെ ഇങ്ങനെ ചെയ്തത് എന്ന ഒരു ചോദ്യം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചിട്ടില്ല. അതാണ് കീഴിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ആളുകളോട് നമ്മളൊക്കെ പാലിക്കേണ്ട മര്യാദ. അതെന്താണ്? ഒരു കരുണയുള്ള ഹൃദയത്തിന് അതിന് കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നമ്മിലേക്ക് നിയോഗിച്ച്
പ്രവാചകനെ നിയോഗിച്ച് ഒരു മാതൃക പുരുഷനാക്കി ഒരാളാക്കി നമ്മുടെ ഇടയിൽ തന്നു. എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്നു. ഒരു പിതാവ് എങ്ങനെയാണ് ആകേണ്ടത്, ഒരു മകൻ എങ്ങനെയാണ് ആകേണ്ടത്, ഒരു നല്ല ഭരണാധികാരി എങ്ങനെയാണ് ആകേണ്ടത്, ഒരു നല്ല സുഹൃത്ത് സഹോദരൻ എങ്ങനെയാണ് ആകേണ്ടത്, ഒരു നല്ല അയൽവാസി എങ്ങനെയാണ് ആകേണ്ടത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജീവിതത്തിൽ കാണിച്ചു തന്നു. ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ നിങ്ങൾക്കൊരു ഉത്തമ മാതൃക കണ്ടിട്ടോ. ഉത്തമമായ മാതൃക കണ്ട് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, അള്ളാഹിനെ കണ്ടുമുട്ടാനൊരുങ്ങുന്ന ആളുകളെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, ഉത്തമ മാതൃക കണ്ടിട്ടോ. പ്രവാചകന്റെ ജീവിതം കരുണയുടെ ജീവിതമായിരുന്നു. ആ കാരുണ്യം പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊള്ളണം. പ്രവാചകന്റെ ജീവിതത്തിലെ എന്തൊക്കെ മാനവ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആളുകളാണ് നമ്മൾ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉത്തമമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും സമാധാനവും ആരോഗ്യവും ആഫിയത്തും റിസ്ക്കും ഉപജീവന മാർഗം എല്ലാം നീ വിശാലമാക്കി കൊടുക്കുന്ന റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.